ഇത് ഒന്ന് നണ്ട പെഞ്ഞയിടോ ഔത്രോ യജമാനടോ യജമാന്തിയുടെ റൂം ഒന്നതാണ്. പിന്നൊന്ന് മോളെ റൂമോ മോലെ റൂം ഒക്കെ മോളെന്ന് പറഞ്ഞ മങ്ങിലായവളല്ല, കല്യാണം കഴിഞ്ഞ് പോയവള് പിന്നെ ഉമ്മാന്റെ വീട്ടിലേക്ക് വരണം. ആ സമയത്തുള്ള റൂമൊന്നുമല്ല. ഇപ്പോൾ പഠിക്കുകയാണ്. എത്രാം ക്ലാസ്സില്? 10ാം ക്ലാസ്സിൽ SSLC പഠിക്കുകയാണ്. അപ്പൊ SSLC പഠിക്കണ പെൺകുട്ടിക്ക് ഒരു റൂം, പിന്നെ അപ്പുറത്ത് +2 സെക്കൻഡ് ഇയർ PUC പഠിക്കുന്ന ആൺകുട്ടിയുണ്ട്, ഓൻക്കൊരു റൂം. ഞാൻ പറയട്ടെ രക്ഷിതാക്കളോട്, അങ്ങനെ ഒരു ഡിഫറന്റ് റൂം, അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി നിങ്ങൾ നൽകണ്ടെന്നല്ല ഞാൻ പറയണത്. നൽകിക്കോ. മോളെ അവളുടെ ഡ്രസ്സും കാര്യങ്ങളും അവരുടെ വിഷയങ്ങളൊക്കെ ഉണ്ടാകാൻ ഒരു റൂം, മകന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ഒരു റൂം ഒക്കെ അവിടെ ഉണ്ടായിക്കോട്ടെ. പക്ഷേ രാത്രി കിടന്നുറങ്ങണ സമയത്ത് അല്ലെ, ഉമ്മയും ബാപ്പയും എല്ലാ ദിവസവും ഒന്നിച്ച് അങ്ങനെ കിടക്കണമെന്ന അഭിപ്രായക്കാരനുമല്ല, അങ്ങനെ കിടക്കുന്നവരാണെന്ന അഭിപ്രായക്കാരുമല്ല. എന്നാലും ഇക്കാലം എന്ന് പറഞ്ഞാല് കാലത്ത് മക്കൾ കേടായിട്ടുള്ള കാല. സുബ്ഹാനല്ല, കണ്ണ് വെച്ചെങ്ങ് മെയ്യാവാലെ, ഭൂത കണ്ണാടി കൊണ്ട് കണ്ണ് വെക്കണം, സാധാ കണ്ണ് മതിയാവൂല. ഞാനെപ്പോഴും ഒരു കണ്ണ് വെച്ചിട്ട് ഉസ്താദ് പറയണം, ഒരു കണ്ണ് വെച്ചിന് ഒന്നല്ല 100 കണ്ണ് വെച്ചെങ്കിൽ മതിയാവൂല. പിന്നല്ലേ മക്കളിൽ ഒരു കണ്ണ് വെച്ചാൽ. ഞാൻ പറയണത്, പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? രാത്രി സമയത്ത് ഉറങ്ങുമ്പോ പ്രിയപ്പെട്ടവരെ, ഉമ്മാന്റെ കൂടെ മോളെ കിടത്തണം. ഉമ്മാന്റെ കൂടെ, അതായത് ഉമ്മ ഉറങ്ങണ റൂമിൽ, മോന് ഉറങ്ങേണ്ടത് ബാപ്പ ഉറങ്ങണ റൂമിൽ. അപ്പോഴെന്താകും? ഏറ്റവും ചുരുങ്ങിയ രാത്രിയിലുള്ള അസമയത്തുള്ള ഈ ചാറ്റിംഗ് ഇതൊക്കെ പോവൂലേ, അതൊക്കെ നിൽക്കൂലേ? ഞാനിത് വെറുതെ പറയുകയല്ല, വളരെ ഗൗരവത്തില് ശ്രദ്ധിക്കാനാണ് പറയുന്നത്. മക്കള് നന്നാകണമെന്ന ചിന്തയുണ്ടോ എങ്കിൽ ഇത് ശ്രദ്ധിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ ചരിത്രം മറക്കരുത്. ഓ യുവാക്കളെ, ഒരു പക്ഷേ നിന്റെ ബാപ്പ നിന്നോട് മോനെ ഇന്ന് എന്റെ കൂടെ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ നീ അതിന് സമ്മതിക്കാതിരുന്നുകൂടാ. ബാപ്പാന്റെ കൂടെ ഉറങ്ങാൻ സമയം കണ്ടെത്തണേ. എന്തേ കാരണം? ബാപ്പാനേക്കാൾ നമുക്ക് വലിയ കടപ്പാടുള്ളത് ആരോടാണ് മക്കളെ? ബാപ്പാന്റെ മഹത്വം ഇപ്പൊ മനസ്സിലാകൂല, ബാപ്പാന്റെ മഹത്വം ഇപ്പൊ മനസ്സിലാകൂല. ബാപ്പാന്റെ മഹത്വം മനസ്സിലാകുന്നത് തന്തയ മഹത്വ, അതേ ರೀತಿ ತಾಹಿಯ ಮಹತ್ವ ಅದೇನೆಂದು ಈಗ ಅರ್ಥವಾಗಲಿಕ್ಕಿಲ್ಲ. ಅದೇ ಸಂದರ್ಭದಲ್ಲಿ ತಂದೆಯ ಮಹತ್ವ, ತಾಹಿಯ ಮಹತ್ವ, ಆ ತಂದೆ ತಾಯಿಗಳ ಮರಣ ಹೊಂದಿದ ನಂತರ ತಂದೆಯ ಮಹತ್ವವೇನೆಂದು ನಮಗೆ ವೇದ್ಯವಾಗುತ್ತದೆ, ತಾಹಿಯ ಮಹತ್ವವೇನೆಂದು ನಮಗೆ മനവരിക്കയാകുತ್ತದೆ. ഞാനൊരു വിഷയം പറയട്ടെ. ഇന്ന് ഞാൻ നിങ്ങളെ നാട്ടിലേക്ക് ഉസൂറിലേക്ക് വാതിന് വരുമ്പോ അതേ ഉപ്പിനങ്ങാടിയിൽ നിന്ന് അതേ ശിറാടി ഘാട്ടിയിലൂടെ അതേ കയറി വരുന്നു. മാർണഹള്ളി എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവിടെ റോഡ് സൈഡിൽ കാണുന്ന പള്ളിയിൽ കയറി ഒന്ന് നിസ്കരിച്ചു. എന്നിട്ടോ അവിടുന്ന് ഒരു ഹോട്ടലിൽ കയറി. അവിടെ ഒരു പാവം മനുഷ്യൻ നടത്തുന്ന ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ കയറിയിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ അവിടെ അദ്ദേഹത്തെ ഇരുത്തിയിട്ട് നമുക്കൊന്ന് ദുആ ചെയ്യാം, ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ രാത്രിയാണ് കൂടുതലും കച്ചവടമുള്ളത്, കാരണം ലോറിക്കാര് രാത്രിയാണല്ലോ പോകുന്നത്, അപ്പൊ അവരുടെ കച്ചവടമാണ് എനിക്കുള്ളത്. ഞാൻ അവിടെ നിന്നിരുന്ന് ദുആ ചെയ്യുമ്പോ ഒരു ഫാത്തിഹ ഓതി, ഖുൽ ഹുവല്ലാഹു അഹദ് 3 തവണ ഓതി, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ആ 2 സൂറത്ത് അങ്ങ് ഓതിയിട്ട് ഞാൻ അങ്ങ് ദുആ ചെയ്തു. ആ ദുആന്റെ
ദുആന്റെ തുടക്കത്തിൽ ഞാൻ അവിടുന്ന് പ്രാർത്ഥിച്ചു, റബ്ബേ ഈ ഓതിയ ഖുർആനിന്റെ പ്രതിഫലത്തിന്റെ പ്രതിഫലത്തിന്റെ വിഹിതം ഈ ഹോട്ടൽ നടത്തുന്ന ഈ പാവപ്പെട്ട മനുഷ്യന്റെ മരണപ്പെട്ടു പോയ ഉമ്മ ബാപ്പാന്റെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാ. അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. അവരുടെ ഖബർ സ്വർഗീയ ഖബറാക്കണേ അല്ലാ. ആദ്യം ദുആ ചെയ്തത് അതാണ്. പിന്നെയാണ് അയാളെ ഹോട്ടലിൽ ബറക്കത്തുണ്ടാകാൻ ദുആ ചെയ്യുന്നത്. പക്ഷേ യുവാക്കളെ, എന്റെ ആദ്യത്തെ ദുആ അങ്ങ് കേട്ടതോടുകൂടെ അദ്ദേഹം പൊട്ടി കരയാൻ തുടങ്ങി. ദുആ അവസാനിക്കുന്നത് വരെ കരച്ചിൽ നിൽക്കുന്നില്ല, കരച്ചിൽ നിർത്തുന്നില്ല. ദുആ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ലയിക്ക, നിങ്ങളെ ഉമ്മ ബാപ്പാന്റെ പേരിൽ ഖുർആനിന്റെ പ്രതിഫലം ഹദിയ ചെയ്തപ്പോ എന്തേ നിങ്ങൾ കരഞ്ഞത്? ദുആ തീരുന്നത് വരെ കരച്ചിൽ നിർത്തിയില്ലല്ലോ, എന്തേ നിങ്ങൾ കരഞ്ഞത് എന്ന് ചോദിച്ചപ്പോഴാണ്, ഓ യുവാക്കളെ, മറക്കപ്പുറത്തിരുന്ന വാത് കേൾക്കുന്ന യുവതികളെ, ആ ഹോട്ടൽ നടത്തുന്ന സഹോദരൻ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദിന്റെ ദുആ കേട്ടപ്പോഴേക്ക് എനിക്ക് എന്റെ ഉമ്മാനെ ഓർമ്മ വന്നുപോയി, എന്റെ ബാപ്പാന്റെ ഓർമ്മ വന്നുപോയി. കാരണം എന്താണെന്ന് അറിയുമോ? എന്റെ കല്യാണത്തിന്റെ 3 ദിവസങ്ങൾക്ക് മുമ്പാണ് എന്റെ ബാപ്പ ലോകത്തോട് വിട പറഞ്ഞത്. എന്റെ മംഗലം നിശ്ചയിച്ചിരുന്നു, എന്റെ കല്യാണം നിശ്ചയിച്ചിരുന്നു. ആ കല്യാണത്തിന്റെ നടത്തിപ്പിന് എന്റെ ബാപ്പ വളരെ സജീവമായി രംഗത്തുണ്ടാടിരുന്നു. പക്ഷെ കല്യാണം നടക്കുന്നതിന്റെ 3 ദിവസം മുമ്പ് എന്റെ ബാപ്പ ലോകത്തോട് വിട പറഞ്ഞുപോയി. അത് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത്. സുബ്ഹാനല്ലാഹ്, ഇന്നുമില്ലേ യുവാക്കളെ, ചില സ്ഥലത്ത് ചെന്നാൽ അവിടുന്ന് ദ്വാരക്കാൻ പറയാണ്, ഉസ്താദേ ഉമ്മമാരെ ദുആയാണ്. ഈ കമന്റ്, വാലിന്റെ കമന്റ് കൂടെ നിങ്ങളൊന്ന് നോക്കൂ. ആ കമന്റ് ബോക്സിൽ ചില ഉമ്മമാര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യും, ഉസ്താദേ എന്റെ മകന് കല്യാണം കഴിക്കാനുള്ള മനസ്സ് കൊടുക്കാൻ, അള്ളാഹു മനസ്സിട്ട് കൊടുക്കാൻ ദുആ ചെയ്യണേ ഉസ്താദേ. കാരണം ഓനക്ക് മംഗല അവിടെ വയസ്സും കഴിഞ്ഞ് ഓണിപ്പോ ഗോണായിട. അതെ, ഓണിപ്പോ ബാലക്കാര മാത്രല്ല, ഓൻ ഗോണ. ഓന്റെ ഉമ്മ ഇപ്പോഴും ഓന്റെ പിന്നെ കിടാവൂ എന്തേ കിടാവൂ? ഉമ്മക്ക് പിന്നെ മക്ക കിടാവേതല്ല അല്ലെ? ഉമ്മ മക്ക എത്ര വലിയ വയസ്സായെങ്കിൽ ഉമ്മക്ക് മക്ക കിടാവേ. ഉമ്മ കിടാവിനെ വിളിക്കാണ്, ഓൻ കിടാവൊന്നുമല്ല, ഓൻ ഗോണാണ്. ഗോണായിട്ട് മംഗലാക്കാൻ നമുക്ക് തോന്നുന്നില്ല. എന്താ കാരണം? ഓൻ കോളേജ് വിടുന്ന സമയത്ത് അവിടെ പോയി നിന്നാ കുറെ ടീച്ചർമാരെ കാണും, കുറെ കോളേജിലെ പിള്ളേരെ കാണും. ഓൻ ബൈക്ക് കൂടെ പോകുമ്പോ കുറെ അങ്ങനെ കാണും. ഓൻ അത് മതി. എടാ, നിന്റെ ഉമ്മാക്ക് അത് പോരടാ. നിനക്ക് ചിലപ്പോ അത് മതിയായേക്കും, നിന്റെ ഉമ്മാക്ക് അത് പോരാ. നിന്റെ ഉമ്മാക്ക് വീട്ടിലേക്ക് ബറക്കത്ത് കൊണ്ടുവരുന്ന നല്ലൊരു മരുമോളെ വേണം. അത് മർമോല ആവണോ, പെരിച്ചായി ആവാൻ പാടില്ല. ഈ മർമക്കന്മാരാണ് വീട്ടിലേക്ക് വെളിച്ചം കൊണ്ടുവരുന്നതും ഉള്ള വെളിച്ചം കെടുത്തിക്കളയുന്നതും. അങ്ങനെയാണ്. ഇന്നാൾ ആരോ പറഞ്ഞു, ഒരു മരുമോളുണ്ട് അമ്മായിമാനെ കത്തി കൊണ്ട് കുത്തിന്ന്. അമ്മായിമാനെ നിങ്ങളെ ഒസൂറിലൊന്നും അത്തരത്തിലുള്ള മരുമക്കൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പൊ കൂടുതലൊന്നും പറയണില്ല. പാപ്പ കത്തി കൊണ്ട് കൊത്തിയതാ. ആരെ എന്താ മനുഷ്യന്മാർക്ക് തിരിയാത്ത പോലെ? ഇവിടെ ഒന്നും അത്തരത്തിലുള്ള മരുമക്കൾ ഇല്ലാത്തത് കൊണ്ടാണ് തിരിയാത്തത്. സ്വന്തം ഭർത്താവിന്റെ ഉമ്മാനെ മരുമകൾ കത്തി കൊണ്ട് കുത്തിന്നാ പറഞ്ഞേ. ആ മരുമോള് ഏത് സൈസ് മരുമോളായിരിക്കും? അതിനാ ബാപ്പ അബ്ബടെ കയ്യിൽ കാപ്പിടെ എസ്റ്റേറ്റ് ഉണ്ടാ, പെണ്ണിടെ അബ്ബടെ കയ്യിൽ എൽത്തര മാന്യം ഉണ്ടാട്ട് നോക്കിട്ട് നിന്റെ മോണുക്ക് പുതിയ പെണ്ണ് കൊമ്പറണ്ട.
ഉസ്താദ് എന്റെ മോൾക്ക് നല്ലൊരു പൊതുവന്നൊരു ഉസ്താദ് കൊതുവല്ല പൊതുവേ ഒക്കെ ഏനത്തെ എന്തൊരു ഉസ്താദ് ചൊന്നിട്ട് ഇടി റായം അയാളുടെ പേരിലുണ്ട്, അയാളുടെ പേരിൽ മോള പേരിലില്ലല്ലേ, അയാളുടെ പേരിലുണ്ട് ഇടിരായ. വലിയ അടക്കയുടെ പണി ഉസ്താദ്, എസ്റ്റേറ്റ് ഉണ്ട്, എൽത്തരി ഉണ്ട്, എല്ലാം ഉണ്ട്, സുബ്ഹാന ജല്ല ജല, ഏലക്ക ഉണ്ട്, വലിയ കാപ്പി തോട്ടം ഉണ്ട്. അത് നോക്കിട്ട് മാത്ര ഒരു മോളെയും നിന്റെ മകന് ഭാര്യയായി നീ കൊണ്ടുവരണ്ട. ബാപ്പക്ക് വേണം ഒരു വാസി, എന്റെ വീട്ടിലേക്ക് വരുന്ന എന്റെ മകൾക്ക് തുല്യളായ ഒരു മരുമകൾ എങ്ങനെ വേണം? ദീനി ബോധമുള്ളവളാവണം. ഇല്ലെങ്കിൽ നിന്റെ വീട്ടിന്റെ വെളിച്ചം പോയി ബാപ്പ, നിന്റെ സമാധാനം പോയി. പ്രായം കൂടുന്തോറും പ്രായമുള്ളവർക്ക് കിട്ടേണ്ടത് സമാധാനമാണ്, അവർക്ക് വേറൊന്നും വേണ്ട, സമാധാനം. ആ സമാധാനം വീട്ടിൽ വേണോ? വീട്ടിലേക്ക് വരുന്ന ഭാഗ്യലക്ഷ്മിയില്ലേ മരുമോള്, ഓള് നല്ല ഭാഗ്യമുള്ള ബറക്കത്തുള്ളവളായിരിക്കണം. വെറുതെ അല്ല ഞാൻ പറഞ്ഞേ. അതുകൊണ്ട് ബാലക്കാരാ, നീ കിട്ടി എവിടെന്നെങ്കിലും നോക്കിയിട്ട് ഞാൻ മംഗലാന്ന്, ഞാൻ പെണ്ണ് നോക്കിന്, സെലക്ട് ആക്കിന്, അങ്ങനെ നീ ഇങ്ങനെ സെലക്ട് ആക്കണ്ട. നിനക്ക് എന്ത് സെലക്ട് ആക്കാൻ അറിയൂ? നിനക്കൊന്നും സെലക്ട് ആക്കാൻ അറിയില്ല. അതുകൊണ്ടല്ലേ ഭാര്യയും ഭർത്താവ് ഒന്നിച്ചു പോയാൽ പർച്ചേസിംഗിന് ഭാര്യനെയാണ് പറഞ്ഞേക്കണേ. ഇവൻ പോയി പറയാം വേണ്ടതെല്ലാം എടുത്ത് വെച്ചുക, നാ പോയി പണക്താൽ വേറെ സ്വരമുണ്ട്. കാരണം ഓൻ കൊന്തുണ്ടു, ഓൻ എന്തേ കൊന്തുള്ളേ പെഞ്ഞി അത്ര വേഗം സെലക്ഷൻ ആക്കല്ല. ഓൾ ഒരു തുണി എടുക്കണെങ്കിലും അവിടെ ടെക്സ്റ്റൈൽസ് പോയിട്ട് ഉള്ള 100 തുണിയും വലിച്ചിട്ടിട്ടേ ഓൾ ബാക്കി സെലക്ഷൻ ആക്കണേ. അങ്ങനെ ഞാൻ പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല ചിന്തിക്കേണ്ടേ, നല്ല മരുമകൾ വേണം. തങ്ങളവരുകൾ അപ്രതീക്ഷിതമായി നമുക്ക് കിട്ടിയതാണ്. അതിനു മുമ്പ് ഇവിടെ പരിപാടിക്കൊക്കെ വന്നിരുന്നു. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. സീതി തങ്ങള് എല്ലാവർക്കും, കൊടകിൽ എല്ലാവർക്കും പരിചയമുണ്ട്. തിരക്കുള്ളത് കൊണ്ട് തൽക്കാലം ഇവിടെ